So, first of all, let me introduce myself. Myself today belongs to India. Basically, ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. പ്രൊഫഷണലായി ടീച്ചിങ് സെലക്ടർ സമയത്താണ് എന്റെ ഗുരുനാഥൻ ഇന്ന് ഈ ബിസിനസ്സിലെ എന്റെ മെന്ററുമായിട്ടുള്ള ഗോയിങ് NTC ഇസ്മായിൽ സാർ ഈ അവസരം കാണിച്ചു തരുന്നത്. തന്റെ ഗുരുനാഥന്റെ വിശ്വാസമാണ് ഈ ബിസിനസ് എന്നെ ഏറ്റെടുപ്പിച്ചത്. അതോടൊപ്പം തന്നെ നല്ലൊരു ലീഡർമാരുടെ സപ്പോർട്ടിനോട് കൂടിയിട്ട് ഒരു 3 വർഷം ഈ ബിസിനസ് ചെയ്തപ്പോ സീറോയിൽ ജീവിച്ചിരുന്ന വ്യക്തി ഏകദേശം ഒരു 4 കോടിയോളം ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അതിനേക്കാൾ ഏറെ സന്തോഷം ഞാനൊരു ചെറിയ ഫാമിലി കാര്യമില്ല. എന്റെ ഉപ്പക്ക് 9 മക്കളുണ്ട്. 9ാമത്തെ മോനാണ് ഞാൻ. ചെറിയ സന്തതിയാണ്. അടുത്ത് ചില കുരുത്തുകൾ കയ്യിലുണ്ട്. പക്ഷെ അങ്ങനെ ജീവിച്ച ജീവിതത്തിൽ ഒരുപാട് പ്രയാസമൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു 24-25 വയസ്സിന് സമയത്ത് എല്ലാവരും പോലെ കല്യാണം കഴിക്കണം. അതൊക്കെ മുന്നോട്ട് കണ്ടുകൊണ്ട് തന്നെ ചെറിയ സമ്പാദിക്കാൻ വേണ്ടി തുടങ്ങിയ ബിസിനസ് ഇന്ന് ആ വീട്ടിലേക്ക് ഫസ്റ്റ് ഒരു കാലത്തിലുള്ള അച്ചീവ് ചെയ്തു 200. അത് അച്ചീവ് ചെയ്ത സമയത്തും എനിക്ക് അഭിമാനമാണ്. കാരണം ഒരു സൈക്കിൾ പോലും സ്വന്തമായിട്ട് നേടാത്ത ഞാനത് അച്ചീവ് ചെയ്തത്. കാരണം കാറാണ് ഫസ്റ്റ് വാങ്ങിയത്, ബൈക്ക് ഒന്നല്ല. കാരണം എനിക്ക് ചെറുപ്പത്തിലുള്ള ഒരു വാശിയും ഒരു എന്താ പറയാ ഉള്ളിൽ കൊണ്ട് വാക്കായിരുന്നു കാറ് വാങ്ങാനുള്ള കാര്യം. കാരണം കുടുംബത്തിൽ പോയിട്ട് കാറ് ചോദിക്കുന്ന സമയത്ത് കാറ് തരുന്ന വ്യക്തി കംപ്ലീറ്റ് ഫോട്ടോ വീഡിയോ എടുക്കും. എന്നിട്ട് കാറ് ഏൽപ്പിക്കൊള്ളൂ. വന്നാലൊരു ഫോട്ടോ വീഡിയോ എടുക്കും. കാരണം എന്തെങ്കിലും സ്ക്രാച്ച് ഒക്കെ അന്ന് മനസ്സിൽ കോറിയിട്ടാണ് സ്വന്തമായിട്ട് കാർ അച്ചീവ് ചെയ്യണം. അന്ന് കാർ അച്ചീവ് ചെയ്തു. പിന്നീട് സ്കൂട്ടി സിമ്പിൾ ആയിട്ടൊന്ന് വീട്ടുണ്ടായിക്കൂടി അത് ചെയ്തു. അതിനുശേഷം ലാപ്പ് ഒരുപാട് സംഭവം നേടി. ഇന്ന് അഭിമാനപൂർവ്വം പറയാൻ പറ്റും 15 ലക്ഷം വരുന്ന ഒരു 5 EV ഞാൻ അച്ചീവ് ചെയ്തു. ഞാൻ ഇന്ന് കേരളത്തിലെ വെയിൽ കൊള്ളുന്നില്ല. 3 വർഷം കേരളത്തിലെ കംപ്ലീറ്റ് വെയിലും കൊണ്ടിട്ടുണ്ട്. ഇതാണ് എന്റെ അഭിമാനം. നിങ്ങളോട് ഒന്നേ പറയുന്നുള്ളൂ, എനിക്ക് 24 വയസ്സുള്ള സമയത്താണ് ഞാൻ ഈ ബിസിനസ് അവസരം സെലക്ട് ചെയ്തത്. പക്ഷെ ഞാൻ വൈകിയോ എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. കാരണം ഇന്നത്തെ യുവാക്കളൊക്കെ ഏറ്റവും കൂടുതൽ എടുത്ത് കളിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് 28ാമത്തെ വയസ്സിൽ എനിക്കൊരു കുഞ്ഞുണ്ട്, എന്റെ ഭാര്യയുണ്ട്, ഫാമിലിയില് അന്തസ്സായിട്ട് ഈ ബിസിനസ്സിലൂടെ കിട്ടുന്ന വരുമാനമുണ്ട്. അഭിമാനപൂർവ്വം ഞാൻ ജീവിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ എനിക്കുണ്ട്. അതിൽ ചെറിയ ചില മാത്രമേ വന്നിട്ടുള്ളൂ. നിങ്ങളോട് പറയുന്ന ഒറ്റ കാര്യം, സാധ്യമായിട്ടുള്ള സ്വപ്നം കാണാൻ പഠിക്കുക. സ്വപ്നം നമുക്ക് കാണാൻ പേടിയാണ്. കാരണം നമ്മൾ തൊഴിലാളികളോ അല്ലെങ്കിൽ എംപ്ലോയീസ് ആവുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ക്യാഷ് കൊണ്ട് നമ്മുടെ സ്വപ്നം നേടാൻ പറ്റുമ്പോൾ അതിൽ പേടി നമുക്ക് ഉണ്ടാവാം. പക്ഷെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഡയറക്ട് ടു ഡ്രീം ആണ്. സ്വപ്നം കാണാൻ ധൈര്യപ്പെടുക. സെക്കൻഡ് വണ് ബിലീവ് ഇറ്റ്. നിങ്ങളത് വിശ്വസിക്കുക. പൂർണ്ണാർത്ഥത്തിൽ നിങ്ങളോട് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. കാരണം ഒരു കുതിരയെ ഒരു നിധിക്കര വരെ നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഒരിക്കലും കുതിര വിചാരിക്കാതെ വെള്ളം കുടിക്കൂല. ഇതുപോലെ നിങ്ങളുടെ സ്വപ്നം നിങ്ങളെ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് തേർഡ് വണ് വർക്ക് ഫോർ ഇറ്റ്, ഹാർഡ് വർക്ക് ഫോർ ഇറ്റ്. നിങ്ങൾ കണ്ട സ്വപ്നത്തിന് വേണ്ടി, നിങ്ങൾ വിശ്വസിച്ച സ്വപ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങളാണ് വർക്ക് ചെയ്യുന്നത്. അതല്ലാതെ നാട്ടുകാരോ വീട്ടുകാരോ കുടുംബക്കാരല്ല. നിങ്ങൾ അന്തസ്സായിട്ട് വിശ്വാസപൂർവ്വം നിങ്ങളെ കൊണ്ടുവന്ന് കൈ മുറുകെ പിടിച്ച് നിങ്ങളൊരു 2 മുതൽ 5 വർഷം വരെ മൈലേജിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പൂർവ്വണിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ വിരാമം വിശ്വാസത്തിൽ